ശാന്തൻപാറ തൊട്ടിക്കാനം സെന്റ് ജോർജ് യാക്കോബായ സുറിയാനിപ്പള്ളി കമ്മിറ്റി ഭാരവാഹികൾക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഇടവക അംഗം സേനാപതി സ്വദേശി വാഴപ്പള്ളിക്കുടിയിൽ സണ്ണി കുര്യാക്കോസാണ് ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇടവകയിൽ ഒറ്റപ്പെടുത്തുകയും മാനസികമായി പീഡിപ്പിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നതായി ആരോപണം. നിയമ നടപടിക്കൊരുങ്ങുകയാണ് യുവാവ്. ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിന്റെ തൊട്ടിക്കാനത്ത് സ്ഥാപിതമായിരിക്കുന്ന സെന്റ് ജോർജ് യാക്കോബായ സുറിയാനിപ്പള്ളിയിലെ ഭരണസമിതിക്കും ഇടവക വികാരിക്കുമെതിരെയാണ് ആരോപണങ്ങളുമായി ഇടവക അംഗമായ യുവാവ് രംഗത്തെത്തിയിരിക്കുന്നത്. സേനാപതി സ്വദേശി വാഴപ്പള്ളിക്കുടിയിൽ സണ്ണി കുര്യാക്കോസാണ് രാജാക്കാട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ചത്. എൻ്റെ പേരിൽ ഞാൻ അറിയാതെ എൻ്റെ പേരിൽ ഒരു 1,20,000 രൂപ അടുത്ത് കുടിശ്ശിക എഴുതി വെച്ചിട്ടുണ്ട്. അത് എന്ത് മാനദണ്ഡത്തിൻ്റെ പേരിലാണ് ആ കുടിശ്ശിക എഴുതി വെച്ചേക്കണം എന്നുള്ളത് എനിക്കറിയത്തില്ല. പള്ളിയിലെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു. അപ്പോൾ ഈ മാനേജരെ സഹായിക്കുന്ന എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ ആ മാനേജരെ സഹായിച്ചു. അച്ഛൻ പറയണ പൈസ ഞാൻ സ്കൂളിൽ നിന്ന് മേടിച്ച് അച്ഛൻ പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കുകയും അതിൻ്റെ ബില്ല് മേടിച്ച് അച്ഛനെ ഏൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ കൂടുതലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ബാക്കി കാര്യങ്ങളും കണക്കെല്ലാം അച്ഛനാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഭവന കൂദാശ നടത്തിത്തരാതെ ഇടവകയിൽ ഒറ്റപ്പെടുത്തുന്നു. എടുക്കാത്ത പണം എടുത്തു എന്ന് ആരോപിച്ച് കമ്മിറ്റിയിലും ഇടവകയിലും കള്ളനായി മുദ്രകുത്തി അധിക്ഷേപിക്കുന്നു, മാനസികമായി പീഡിപ്പിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. ഭാര്യ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ചെന്ന് പണം ആവശ്യപ്പെട്ട് ഭരണസമിതി അംഗങ്ങൾ അപമാനിച്ചുവെന്നും ഇയാൾ ആരോപിക്കുന്നു. ഭാര്യ വർക്ക് ചെയ്യുന്ന കടയിൽ പോയി അച്ഛൻ പൈസ അടയ്ക്കണമെന്ന് ഭാര്യയോട് പറയുകയും ഭാര്യയ്ക്ക് അത് ഭയങ്കര വിഷമം ഉണ്ടാവുകയും ചെയ്തു. ഈ അച്ഛന് അവിടെ പോയി പറയേണ്ട യാതൊരു ആവശ്യമുള്ളതല്ല. കടയിൽ പോയി ഈ ഭാര്യയോട് പൈസ ചോദിക്കേണ്ട കാര്യമേ ഇല്ല അച്ഛന്. പള്ളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് നിലവിലില്ലാത്ത ജോലിയുടെ പേരിൽ ഉദ്യോഗാർത്ഥിയുടെ കയ്യിൽ നിന്നും പണം ആവശ്യപ്പെട്ടത് കമ്മിറ്റിയിൽ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് കമ്മിറ്റി ഭാരവാഹികൾ ഒറ്റപ്പെടുത്തി അധിക്ഷേപിക്കുന്നതെന്നും സണ്ണി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജീവന് ഭീഷണിയുള്ളതിനാൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും സണ്ണി വ്യക്തമാക്കി. ഇത് മാധ്യമത്തിൽ വന്നു കഴിഞ്ഞാൽ മിക്കവാറും ഇടവക പള്ളിയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള ഇതിൽ നിന്ന് എനിക്ക് ഭീഷണി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ എനിക്കുണ്ടാകുന്ന എന്ത് ഇതാണെങ്കിലും അതിൻ്റെ ഉത്തരവാദി ആ പള്ളിയിലെ അച്ഛനും അവിടുത്തെ കമ്മിറ്റി അംഗങ്ങളുമായിരിക്കും. യുവാവിന്റെ ആരോപണങ്ങൾ പള്ളി പൊതുയോഗത്തിൽ ചർച്ച ചെയ്ത ശേഷം മതമേലധ്യക്ഷന്മാരുടെ നിർദ്ദേശപ്രകാരം സംഭവത്തിൽ പ്രതികരിക്കുമെന്ന ഇടവക വികാരിയും വ്യക്തമാക്കി. സിറ്റി വിഷൻ, രാജാക്കാട്.